السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് ഇടം നൽകപ്പെടുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞ് കടന്നുപോയിരിക്കുകയാണ്. ഒരു പുതിയ ഹിജറ വർഷത്തിലേക്കാണ് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ, അതുപോലെ തന്നെ സ്വഹാബാ കിറാമിന്റെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ഏറ്റവും വലിയ ത്യാഗത്തിന്റെ ഒട്ടേറെ സ്മരണകളും കഥകളും വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് പുതിയ ഓരോ വർഷങ്ങളും കടന്നു വരുമ്പോൾ അതോടനുബന്ധമായി കൊണ്ട് അവരുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്ന സന്ദർഭമാണിത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് സഹിച്ചവർക്ക് സ്വർഗം കിട്ടൂ എന്ന് പറയുന്നവരും കേൾക്കുന്നവരുമാണ് നമ്മൾ. പക്ഷേ ആ മാർഗത്തിലൂടെ എന്തെങ്കിലും ത്യാഗം സഹിക്കുകയോ പ്രയാസം സഹിക്കുകയോ ചെയ്ത അനുഭവങ്ങൾ ഉള്ളവരല്ല നാം ആരും. മുൻഗാമികൾ വെട്ടിത്തെളിയിച്ചു തന്ന സുഗമമായ പാതയിലൂടെ ഞാനും നിങ്ങളും സുഖമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് വളരെ ആയാസരഹിതമായി കൃത്യമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു, പഠിക്കുന്നു, ഇബാദത്തുകൾ നിർവഹിക്കുന്നു. നമ്മുടെ മുൻഗാമികൾ ത്യാഗം സഹിച്ചതിന്റെ ഫലമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ശരീരത്തെയും ധനത്തെയും കുടുംബത്തെ പോലും സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച മഹാന്മാരായ മുഹാജിറുകൾ, സഹാബിമാര് രണ്ട് വിഭാഗമായിട്ടാണ് തരംതിരിക്കപ്പെടുന്നത്.
ഒന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ദീനിന് വേണ്ടി ആദർശയാത്ര നടത്തിയ മഹാന്മാരായ സഹാബിമാർക്ക് മുഹാജിറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവർ ആ മുഹാജിറുകളായി മദീനയിൽ എത്തിയ സഹാബിമാർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് അവരെ സ്നേഹിച്ചാദരിച്ച് ബഹുമാനിച്ച് അവർക്ക് വേണ്ട രൂപത്തിലുള്ള ആദർശ രംഗത്തുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തവരായ മദീന നിവാസികളായ സഹാബിമാർ സഹായികൾ എന്ന അർത്ഥമുള്ള അൻസാറുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ രണ്ട് വിഭാഗം സഹാബിമാരും നമുക്ക് വലിയ പാഠമാണ് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമികമായ പ്രബോധനവുമായി വന്ന കാലഘട്ടത്തിൽ നാം ഏറെ കേട്ടവരാണ്. പീഡനങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബിമാർക്കും. വളരെയേറെ പീഡനങ്ങളും പ്രയാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും അനുഭവിച്ചു. എല്ലാം അവർ സഹിച്ചു. അവസാനം കുറെ കാലഘട്ടങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് മക്കയിലേക്ക് യസ്രിബിൽ നിന്ന് ഏതാനും ആളുകൾ പുറപ്പെടുകയാണ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പേരാണ്, ഇന്നതിന് പേര് മദീന എന്നാണ്. ആ രാജ്യത്ത് നിന്ന് മക്കയിലേക്ക് വന്ന ഏതാനും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നു. വിശ്വസിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളായ ആ സ്വഹാബിമാർ മദീനയിൽ പോയി ഇസ്ലാമിക പ്രബോധനം നടത്തുന്നു. ഇസ്ലാമിന് അവിടെ വളർച്ചയുണ്ടാകുന്നു. ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അങ്ങോട്ട് വന്നോളാൻ, അവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുമെന്നവർ ഉറപ്പ് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനങ്ങൾ ഏറ്റുവാങ്ങി തളർന്ന സഹാബിമാരോട് നിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയിക്കൊള്ളൂ എന്ന് നിർദ്ദേശം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ ഓരോരുത്തര് ഒറ്റയായും അതുപോലെ തന്നെ കുടുംബസമേതവും ഒക്കെ പുറപ്പെടാൻ തുടങ്ങി. തുടക്കത്തിലെ ശക്തമായ നിലക്കുള്ള പ്രയാസങ്ങളാണ് ഹിജ്റ പോകുന്നവർക്കുണ്ടായത്. ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട കുടുംബം അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ്. അബൂ സലമയും അവിടുത്തെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും അവരുടെ മകനും. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ തന്റെ വാഹനപ്പുറത്ത് കയറ്റിയിരുത്തി മടിയിൽ കൈക്കുഞ്ഞിനെയും കൊടുത്ത് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വാഹനത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് നടന്ന് ഹിജ്റക്കൊരുങ്ങിയ വേളയിൽ വഴിക്ക് വെച്ച് ഖുറൈശി മുശ്രിക്കുകൾ തടയുകയാണ്. എങ്ങോട്ടാണ് ഈ പുറപ്പാടെന്ന് ചോദിക്കുകയാണ്. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തടഞ്ഞു വെക്കുകയാണ്. നിനക്കൊറ്റക്ക് വേണമെങ്കിൽ പോകാം, ഭാര്യയെ തരില്ല, മകനെ തരില്ല. ഉമ്മു സലമ ബീവിയെ അവർ പിടിച്ചുകൊണ്ടുപോയി. മകനെയും വേർപ്പെടുത്തി, മകനെ ഉമ്മയിൽ നിന്നും വേർപ്പെടുത്തി. മകൻ വേറൊരിടത്ത്, ഉമ്മു സലമ ബീവി വേറൊരിടത്ത്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ഒറ്റക്ക് തനിച്ച്, എന്റെ മകനെ തരില്ലെങ്കിൽ, ഭാര്യയെ തരില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയാതെ ഒറ്റക്ക് മഹാനവറുകൾ മദീനയിലേക്ക് പോയി പാലായനം ചെയ്തു, പ്രയാസം സഹിച്ചു. ഇതൊക്കെ പറയാൻ എളുപ്പമുണ്ട്. ഞാൻ ഈ പറഞ്ഞ കഥ രണ്ട് വാക്കുകൊണ്ട് അവസാനിച്ചു. പ്രായോഗിക രംഗത്ത് നമ്മളൊന്ന് ചിന്തിക്കുക. മകനെ തരില്ല, ഭാര്യയെ തരില്ല, ഒറ്റക്ക് വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയുമ്പോ ആരാരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റക്ക് തനിച്ചാക്കി അള്ളാഹുവിന്റെ മാർഗം തേടി പുറപ്പെടുകയാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന്റെ പോരാട്ടത്തിന് അത് നിലനിർത്താൻ, അത് ഉയർത്തി കാണിക്കാൻ വേണ്ടി. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ സഹിച്ചു. എല്ലാ ദിവസവും ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് മദീനയിലേക്കുള്ള വഴിയിലേക്ക് കണ്ണും നട്ടുകൊണ്ട് മക്കയിൽ നിന്ന് ഏതാനും ആരെ അകലെ ആ മഹരി നടക്കും. കുറെ കാലം കഴിഞ്ഞു, എന്നും കരയൽ തന്നെയാണ്. മകനില്ല, ഭർത്താവില്ല, ആരുമില്ല. വിശ്വാസിയായ നമ്മുടെ ഉമ്മ, പിൽക്കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായി തീർന്ന നമ്മുടെ ഉമ്മയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരുടെ ആ ദയനീയ രംഗം കണ്ടിട്ട് കുടുംബത്തിൽ ആരോ പറഞ്ഞു, എന്തിനാണ് ഈ പാവം പെണ്ണിനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്? എത്ര കാലമായി ഭർത്താവില്ല, കുഞ്ഞില്ലെന്ന് വേർപ്പെടുത്തി.
അവസാനം കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ അരിവുണ്ടാകുകയാണ്. അവസാനം പറഞ്ഞു പോണെങ്കിൽ പോയിക്കോ. കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും മുസൽമാ ബീവി കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒറ്റക്ക് പോവാണ് മദീനയിലേക്ക്. എവിടെ നിന്ന്? ഇന്നും നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബസ് മാർഗം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെന്ന് ആലോചിക്കണം. 500ഓളം കിലോമീറ്ററുകളുള്ള പ്രദേശത്തേക്ക് ആ മഹദി പറയുന്നുണ്ട്, വമാ മഈ അഹദുൻ ഇല്ലല്ലാഹ്, എന്റെ കൂടെ ഒരാളുമില്ല അല്ലാഹയല്ലാതെ ആരുമില്ല. അവരും ഹിജ്റ പോവുകയാണ്. അങ്ങനെ ആ കുടുംബം മദീനയിലെത്തി. മനസ്സിലാക്കണം, ആദർശത്തിന് വേണ്ടി നമ്മൾ എന്ത് സഹിച്ചൂന്നാ അപ്പോഴൊക്കെ ചോദിക്കേണ്ടത്. എന്ത് സഹിച്ചൂന്നാ നമ്മളൊക്കെ ചോദിക്കേണ്ടത്, കഥ കേൾക്കാനല്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു, മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, മക്കയിൽ വന്നുകൊണ്ട് കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്ത് സമ്പന്നനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റക്കൊരുങ്ങുകയാണ്. ഹിജ്റ പോകാൻ നേരത്ത് അദ്ദേഹം തന്റെ എല്ലാ നിലക്കുള്ള സമ്പത്തും എല്ലാം കയ്യിലാക്കി അദ്ദേഹം പുറപ്പെടുന്ന നേരത്ത് മുശ്രിക്കുകൾ തടഞ്ഞു. പോകാൻ പാടില്ല. എവിടേക്കാ പോണത്? ഞാൻ എന്റെ ആദർശത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി പോവുകയാണ്, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പോവുകയാണ്. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റക്കൊരുങ്ങി തടഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, നീ നാട്ടിൽ വന്നത് ഒന്നുമില്ലാത്ത ദരിദ്രനായിട്ടാണ്. ഇവിടെ നിന്നാണ് നീ സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിനക്കും നിന്റെ ആദർശത്തിനും വേണമെങ്കിൽ ഒറ്റക്ക് പോകാം. ഇവിടെ നിന്നുണ്ടാക്കിയത് മുഴുവൻ ഇവിടെ വെക്കണം. നമ്മളാണെങ്കിൽ എന്ത് പറയും? ആലോചിക്ക്. കഥ കേൾക്കാനല്ല. ഞാനാണെങ്കിൽ എന്ത് പറയും? നിങ്ങളാണെങ്കിൽ എന്ത് പറയും? സർവ്വ പണവും സമ്പാദിച്ചത് ഇവിടെ വെച്ചോളൂ, ഒറ്റക്ക് പോകണേ പോയിക്കോ. എന്നാ തൽക്കാലം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നെങ്കിലും പറയും. വലിയ ഈമാനുള്ളവരാണെങ്കിൽ പോകൂലെന്നറിയില്ല, എന്നാലും ആലോചിക്കട്ടെ. മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ സമ്പത്ത് മുഴുവനും നിങ്ങളുടെ കാൽ കീഴിൽ വെച്ച് തന്നാൽ എന്നെ ഒറ്റക്ക് പോകാൻ സമ്മതിക്കുമോ? നാം അവർ വിചാരിച്ചത് പോകൂലെന്ന്. അതെ, സമ്മതിക്കും. എങ്കിൽ ഇതാ മുഴുവൻ പിടിച്ചോ. മുഴുവൻ പിടിച്ച് ഉടുത്ത വസ്ത്രവുമായി മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിജ്റ പോയി. ഇങ്ങനെ നാടും വീടും കുടുംബവും ഒക്കെ വിട്ടേച്ചു പോയ സ്വഹാബിമാർ, ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പോരാടിക്കൊണ്ട് പുറത്തുപോയ ആളുകൾ, ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം, അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ സമ്പത്തുകളിൽ നിന്ന് അവർ ആട്ടിപ്പുറത്താക്കപ്പെട്ടു. അവരാ മുഹാജിറുകൾ. എന്നിട്ടോ എന്തിനാ അവർ പോയത്? യബ്തഗൂന ഫളലൻ മിനല്ലാഹി വരിദ്വാനാ, യബ്തഗൂന ഫളലൻ മിനല്ലാഹി വരിദ്വാനാ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഔദാര്യത്തെയും അവനിൽ നിന്നുള്ള തൃപ്തിയെയും പ്രതീക്ഷിച്ചുകൊണ്ട്, വയൻസുറൂനല്ലാഹ വറസൂലഹു, അവർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അഥവാ ദീനിനെ സ്നേഹിക്കുന്നവരായി കൊണ്ട് പുറപ്പെട്ടു. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ. അവരാണ് സത്യസന്ധന്മാരെന്ന് ഖുർആൻ അവരെ പുകഴ്ത്തി പറഞ്ഞു. അത് അങ്ങനെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് സഹാബിമാരൊക്കെ ഓരോരുത്തർ കൂട്ടമായും അതുപോലെ തന്നെ ഒറ്റയായി തെറ്റയായും ഒക്കെ പോയി. അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോകാനുള്ള അനുവാദം. ഒരു നേതാവ് എപ്പോഴും അങ്ങനെയാണ്. അനുയായികളെ വിട്ടുകൊണ്ട് നേതാവ് ആദ്യം രക്ഷപ്പെടുകയല്ല. സർവ്വ ആളുകളും ഏതാണ്ട് പോയി തീർന്നു എന്ന് കണ്ടപ്പോൾ ഹബീബിന് പോകാനുള്ള അനുവാദം കിട്ടുന്നു. അപ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഖുറൈശി മുശ്രിക്കുകൾ കൂടിയാലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊന്നുകളയണോ, എന്തു വേണം, ജയിലിലിടണോ, നാടുകടത്തണോ? പരിശുദ്ധ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, വഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹു തആല പറയാണ്, ഖുറൈശി മുശ്രിക്കുകൾ നിന്റെ കാര്യത്തിൽ അവർ ഗൂഢാലോചന നടത്തിയ സന്ദർഭം, ആ കാഫിറുകൾ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തണോ, അതോ നിന്നെ കൊന്നുകളയണോ, അതോ നിന്നെ ഇവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കണോ? അവര് കുതന്ത്രങ്ങൾ മെനഞ്ഞു. പടച്ച റബ്ബും തന്ത്രശാലിയാണ്. അല്ലാഹുവിന്റെ തന്ത്രത്തെ വെല്ലാൻ ഒരു തന്ത്രശാലിക്കും സാധ്യമല്ല. അല്ലാഹു ഖൈറുൽ മാകിരീൻ. അവരുടെ എല്ലാ തന്ത്രങ്ങളും പാളി. ചരിത്രം ഞാൻ സുദീർഘമായി സംസാരിക്കാൻ എനിക്ക് നേരമില്ല, സൂചനകൾ കൊണ്ട് മതിയാക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വധിക്കാൻ തന്നെ പ്ലാൻ ചെയ്തു. വീട് വളഞ്ഞു. സർവ്വ ആളുകളുടെയും ഗോത്രക്കാരുടെയും കൈകളിൽ വാളുകൊടുത്തു. ഒറ്റവെട്ടിന് മുഹമ്മദിന്റെ കഥ കഴിക്കണം. മുഹമ്മദിന് പ്രതികാരം ചെയ്യാൻ മുഹമ്മദിന്റെ കുടുംബത്തിന് സാധ്യമാകാത്ത നിലക്ക് എല്ലാ ഗോത്രവും ഈ രക്തത്തിൽ പങ്കാളികളാവണം എന്ന് തീരുമാനിച്ച് വീട് വളഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ തന്റെ വിരിപ്പിൽ പകരമായി ഉറക്കിക്കിടത്തിക്കൊണ്ട്
സുരക്ഷിതമായി അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലോടുകൂടി വളഞ്ഞു നിൽക്കുന്ന സമൂഹത്തിനിടയിൽ നിന്നവരുടെ കണ്ണ് വെട്ടിച്ച് അത്ഭുതകരമായ നിലക്ക് പടച്ച റബ്ബിന്റെ കാവലോടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പോയി. നേരെ പോയത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. ഹിജറ പോകാൻ പലപ്പോഴും അനുവാദം ചോദിച്ചതാണ് റസൂലുള്ളാഹിനോട്, ഞാൻ പോയിക്കോട്ടെ. ആ സമയത്തൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നു, ലാ തഅജൽ യാ അബൂബക്കർ, അബൂബക്കറേ ധൃതി കൂട്ടണ്ട, നിനക്ക് അല്ലാഹു ഒരു കൂട്ടുകാരനെ തന്നേക്കും, ഒറ്റക്ക് പോണ്ട, ഒരു കൂട്ടുകാരനെ കിട്ടിയേക്കുന്ന സൂചന പറഞ്ഞിരുന്നു. അന്നൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശിച്ചിരുന്നു, അല്ലാഹുവിന്റെ ഹബീബായിരിക്കും എന്റെ കൂട്ടുകാരനായെങ്കിൽ. അതെ, ആ ആഗ്രഹം പൂവണിയുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെ നിന്ന് പോയി ഗാർ സൗറിൽ പോയിക്കൊണ്ട് 3 ദിവസം കഴിച്ചു കൂട്ടുകയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രങ്ങൾ ഒരുപാടുണ്ട്, അതൊരു ഖുതുബയിൽ പറഞ്ഞു തീരുന്നതല്ല. പക്ഷേ സഹോദരങ്ങളെ, ആ യാത്രയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും വിശ്വാസികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സഹായം, ആ സഹായങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ചിലതോർക്കുക. ആ സഹായങ്ങൾ, പടച്ച റബ്ബിന്റെ സഹായം ഉറപ്പാണ്. അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർക്ക് പടച്ചവന്റെ സഹായമുണ്ടാകും. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെ അള്ളയുണ്ടാകും. ഖുർആനിന്റെ ഓഫറാണ്, ഒരു കുഴപ്പമില്ല, ഒരു തലക്കും സംശയമില്ല. ഈമാനുള്ളവരുടെ കൂടെ അള്ളയുണ്ട്. പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാരുടെ കൂടെ അള്ളയുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് നല്ല നല്ല പ്രവർത്തനങ്ങൾ രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ കാഴ്ചവെക്കുന്ന മുഹ്സിനീങ്ങളുടെ കൂടെയും അള്ളയുണ്ട്. ഇതൊക്കെ അള്ളാന്റെ ഓഫറാണ്. ഇവരുടെ കൂടെയൊക്കെ അള്ള ഉണ്ടാകൂ. പക്ഷെ അതിനെന്ത് വേണം? എന്റെ കൂടെ അള്ളുണ്ട് എന്ന് പറഞ്ഞ് എത്ര നല്ല ആൾക്കാരാണെങ്കിലും എടുത്തു ചാടാൻ പറഞ്ഞിട്ടില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിൽ തവക്കുലാക്കണമെന്ന് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹിജ്റയിൽ തുണയായത് അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസവും തവക്കുലും തന്നെയാണ്. പക്ഷേ ആ തവക്കുൽ ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നിടത്ത് വെച്ച് കാണാം, ഞാൻ അല്ലാഹുവിൽ തവക്കൽതു അലല്ലാഹും പറഞ്ഞ് ഇറങ്ങിയതല്ല. ഒരു മനുഷ്യൻ, ഞാനാവട്ടെ നിങ്ങളാവട്ടെ നമ്മിൽ ആരാവട്ടെ, ഒരു കാര്യത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടാ തവക്കുല്. നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് തവക്കുൽ. ഒന്നും ചെയ്യാതെ വെറുതെ ഒരു ഭാഗത്തിരുന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ തവക്കുലല്ല. ഞാനിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല, ദീർഘമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിജ്റക്കൊരുങ്ങുമ്പോ എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ചെയ്തു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെടുമ്പോ കൂടെ കൂട്ടുകാരനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തു. സുരക്ഷിതമായ ഒരു ഗുഹയിൽ 3 ദിവസം കഴിച്ചുകൂട്ടി. അവിടേക്ക് ഭക്ഷണം എത്തിക്കാൻ ആള് വേണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹയെ അതിന് ഏർപ്പാടാക്കി. ശത്രുക്കളുടെ നീക്കങ്ങളും വിവരങ്ങളും മണത്തറിഞ്ഞുകൊണ്ട് വിവരങ്ങൾ എത്തിക്കണം. അതിനുവേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ പുത്രനായ അബ്ദുള്ളയെ ഏർപ്പാട് ചെയ്തു. ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോ കാലടികളും കാൽപ്പാടുകളും മണൽത്തരികളിൽ കാണും. അത് കാണാതിരിക്കാൻ അതിന്റെ പിന്നാലെ ആൾക്കൂട്ടത്തെ നയിച്ചുകൊണ്ട് ആമിർ ബിൻ ഫുഹൈറ എന്ന് പറയുന്ന ഒരു ഇടയനെ ഏർപ്പാട് ചെയ്തു. തീർന്നില്ല. സാധാരണഗതിയിൽ പോയാൽ കണ്ടുപിടിച്ചേക്കും എന്ന് തോന്നുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിയെ മാറ്റിവെച്ചുകൊണ്ട് ആരുടെയും കണ്ണിൽപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കുറുക്കു വഴി അറിയാവുന്ന ഒരാളെ തേടിപ്പിടിച്ചു. അദ്ദേഹം മുസ്ലിം പോലുമായിരുന്നില്ല, പക്ഷേ വിശ്വസ്തനായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്ത് എന്ന് പറയുന്ന മനുഷ്യൻ. എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ചെയ്തു. അതാണ് പറഞ്ഞത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവനാ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാ തവക്കൽ. ഒന്നും ചെയ്യാതെ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ വഴികാട്ടിയും വേണ്ട, ഭക്ഷണം എത്തിക്കാനും ആള് വേണ്ട, രഹസ്യങ്ങൾ വിവരം തരാനും ആള് വേണ്ട, വാഹനവും വേണ്ട, കൂട്ടുകാരനും വേണ്ട, ചങ്ങാതിയും വേണ്ട, ഒന്നും വേണ്ട, തവക്കൽതു അലല്ലാഹ് എന്നും പറഞ്ഞാൽ പോയാൽ അത് തവക്കുലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുവോളം ആവശ്യമായ സുരക്ഷിതത്വത്തിന് വേണ്ടതൊക്കെ ചെയ്തിട്ട് ബാക്കി ഓരോ സന്ദർഭം വരുമ്പോഴും പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കണ്ട, പേടിക്കണ്ട, വിഷമിക്കണ്ട, അല്ലാഹുണ്ട്. ഗുഹയിൽ കയറി ശത്രുസംഘം ഗുഹയുടെ മുഖത്തെത്തി നിൽക്കുകയാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും നദറ ഇലാ മാ തഹ്ത ഖദമൈഹി ലഅബ്സറനാ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവരെങ്ങാനും ഇതാ തെരച്ചിൽ സംഘത്തിന്റെ കാല് ഞാൻ കാണുന്നു, അവരൊന്ന് കുനിഞ്ഞ് ഗുഹയിലേക്ക് നോക്കിയാൽ നമ്മെ കണ്ടത് തന്നെ. ആ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ, ഓ അബൂബക്കറെ, മാ ളന്നുക ബിസ്നൈൻ. രണ്ടാളെ കുറിച്ച് നിന്റെ വിചാരം എന്താ? നമ്മൾ രണ്ടാളും ഒറ്റക്കാനാ വിചാരിച്ചത്? അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു അവരിൽ മൂന്നാമനായിട്ടുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കണ്ട, അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. ഖുർആൻ പറയുന്നു, ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ വജഅല കലിമത്തല്ലദീന കഫറുസ്-സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു വളരെ കൃത്യമായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ പേടിക്കണ്ട, അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. അല്ലാഹുണ്ട് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞപ്പോ പടച്ച റബ്ബ് അവരുടെ മനസ്സിൽ കുനിഞ്ഞു നോക്കാൻ തോന്നിയില്ല. അവര് മടങ്ങിപ്പോയി. അതാ അവിടുത്തെ മുഅ്ജിസത്ത്. അതാ ചില സഹോദരങ്ങൾ പറയാറുണ്ട്, അവിടെ അപ്പോഴേക്കൊരു 8 കാലി വല കെട്ടി, അതുപോലെ തന്നെ മാടപ്രാവ് വന്ന് ഇവിടെ ഒരു മരം മുളച്ചു പൊന്തി അതിൽ കൂടുകൂട്ടിയിരുന്നു. അതുകൊണ്ട് വന്ന ശത്രുക്കൾ വിചാരിച്ചു, മാടപ്രാവ് മുട്ടയിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ ആളുടെ അടുത്ത് താമസിക്കില്ല, 8 കാലി ചലന്തി കൂടുകൂട്ടണമെങ്കിൽ ആളുടെ അടുത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചവര് കണ്ടിട്ട് മടങ്ങിപ്പോയി. ആ ചരിത്രത്തിന് നമുക്ക് പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല. പടച്ചറബിന്റെ പ്രത്യേകമായ കാവലാണ്. എങ്ങനെ സഹായിച്ചു എന്നുള്ളതൊക്കെ അറിയില്ല. അള്ളാഹ് ശത്രുക്കൾക്ക് നോക്കാൻ തോന്നിയില്ല, അവർ മടങ്ങിപ്പോയി. ഇവിടെയൊക്കെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞപ്പോ അത് പറയാനുള്ളൊരു പ്രത്യേകമായ ഒരു അവസ്ഥാവിശേഷം അവരിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പ്രയാസം തോന്നിയ നേരത്ത് മാത്രം പറയുന്നയാളല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രയാസപ്പെടുന്ന നേരത്ത് മാത്രം നമ്മളെന്ത് എല്ലാ തമ്മാടിത്തവും ജീവിതത്തിൽ ചെയ്യാം, എല്ലാ രൂപത്തിലുള്ള തോന്നിവാസങ്ങളും പ്രവർത്തിക്കുക, ഹറാമിലൂടെ സമ്പാദിക്കുക, ഹറാമ് പറയുക, ഹറാമ് കേൾക്കുക, ഹറാമ് കാണുക, ഹറാമിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുക. എന്നിട്ടൊരു പ്രയാസം വരുമ്പോ നമ്മൾ പറയാ, അല്ലാഹുണ്ട് നമ്മളെ കൂടെ. നമ്മളല്ലാഹ് സഹായിക്കൂ? നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവൂ? പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, ഉടനടി പടച്ചവന്റെ സമാധാനം അവർക്ക് കണ്ടിറങ്ങി. അള്ളാന്റെ കാവൽ അവർക്ക് കിട്ടി. 3 ദിവസം അവിടെ താമസിച്ചു. അവർ വളരെ സൂക്ഷ്മതയോടുകൂടെ പുറത്തിറങ്ങി മദീനയിലേക്കുള്ള വഴിയിലൂടെ യാത്ര പോകുമ്പോ ഇവിടെ മക്കയിൽ ഓഫറുടെ പ്രളയമാണ്, ഓഫറുകളുടെ പ്രളയം. എന്തിന്? മുഹമ്മദിന്റെയും അബൂബക്കറിന്റെയും ശരീരം ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകമാണ് സമ്മാനം. 100 ഒട്ടകം റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെരച്ചിൽ സംഘം ശക്തമായി തെരയുകയാണ്, ഊർജിതമായ ശ്രമം. അവസാനം സുറാഖയാണ് അതിനുവേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പുറപ്പെട്ടിരിക്കുന്നത്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എനിക്ക് നേടണം എന്ന നിലക്ക് സുറാഖ പുറപ്പെട്ടു. സുറാഖത്ത് ബിൻ മാലിക് അതിശീഘ്രം കുതിച്ചുപായുന്ന കുതിരപ്പുറത്ത് അദ്ദേഹം യാത്രയായി. അതേ വഴി ദൂരെ ഒരു 3 പൊട്ട് പോലെ, ഒരു 3 കുത്തുപോലെ 3 ആളുകൾ ഇങ്ങനെ പോകുമ്പോ ചീറി പാഞ്ഞു അടുത്തെത്തുമ്പോഴേക്ക് കുതിരയുടെ കാൽ, സുറാഖ ഓടിച്ചിരുന്ന കുതിരയുടെ കാൽ കുളം ആഴ്ന്നു പോവുകയാണ്. വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുറാഖ തന്നെ പറയുന്നുണ്ട്, സുറാഖ തന്നെ ആ രംഗം പറയുന്നുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കാണാം എന്താണ് മഹാനവറുകൾ പറയുന്നത്. ഹത്താ ഇദാ സമിഅതു ഖിറാഅത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ലാ യൽതഫിതു, അല്ലാഹുവിന്റെ റസൂൽ എന്റെ നേരെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല, അവിടുന്ന് മുന്നോട്ട് തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. ഖുർആൻ ഓതി ദിക്റിലൂടെ, ഖുർആനോത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മുന്നോട്ടാണ്. അതേ അവസരത്തിൽ അബൂബക്കർ യുക്സിറുൽ ഇൽതിഫാത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കും, അങ്ങോട്ട് നോക്കും, തിരിഞ്ഞു നോക്കും, അങ്ങോട്ട് നോക്കും. നബിയേ പിടിക്കും, ദപ്പ വരും എന്നിങ്ങനെ പറയുന്നു. ആ അവസരത്തിൽ അതാ അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒറ്റ വാക്കാണ് ഗുഹയിൽ പറഞ്ഞതുപോലെ, ലാ തഹ്സൻ,
ലാ തഹസൻ, പേടിക്കണ്ട, ഭയപ്പെടണ്ട അബൂബക്കറെ, വ്യസനിക്കരുത്. ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെ. അല്ലാഹ് ആരുടെ കൂടെയാണ്? ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ വഅലമു അന്നല്ലാഹ മഅസ്സാബിരീൻ വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. അതെ, ഈമാനുള്ളവരുടെ കൂടെ, തഖ്വയുള്ളവരുടെ കൂടെ, സബറുള്ളവരുടെ കൂടെ, ഇഹ്സാനുള്ള മുഹ്സിനീങ്ങളുടെ കൂടെ ഒക്കെ അല്ലാഹ്. ഉറച്ച വാക്കാണ് അല്ലാഹ് നമ്മുടെ കൂടെ. എന്താ സംഭവിക്കാനെന്നല്ല, അവിടെ എന്ത് സംഭവിക്കാനാ? അവിടെ ഞാൻ എന്താ സംഭവിക്കാൻ ബാക്കി? ആജാനബാഹുവായ സുറാഖയുടെ പിടിയിലെങ്ങാനും പെട്ടാൽ നിമിഷ നേരം കൊണ്ട് കഥ കഴിഞ്ഞു. പക്ഷേ ആ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അപ്പോഴേക്ക് സുറാഖ് അടുത്തെത്തി എന്നായപ്പോഴേക്ക് ഉറച്ച മണ്ണാണ്, ഉറച്ച മണ്ണാണ്. കുതിരയുടെ കാല് വയറോളം മൂടുകയാണ്, കിട്ടുന്നില്ല. ഇത് ആവർത്തിച്ചപ്പോ സുറാഖക്ക് ബോധ്യായി, സുറാഖത്തിന് ബോധ്യമായി എന്ത്, ഇത് സംഗതി വളരെ ഗൗരവമാണ്. അവസാനയാൾ വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, ഖദ് അലിംതു അന്ന ഹാദാ അമലുക്, ഇത് നീ കാരണമാണ് സംഭവിക്കുന്നത്, എനിക്കിപ്പോ ബോധ്യമായി, എനിക്കിപ്പോ ബോധ്യമായിരിക്കുന്നു. ഫദുല്ലാഹ അൻ യുഖല്ലിസനി മിമ്മാ അന ഫീഹ്, ഞാൻ അകപ്പെട്ട ദുരന്തത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവോട് ദുആ ചെയ്യണം. സുറാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാൻ, എന്നെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവോട് ദുആ ചെയ്യണം. ഫദുഊലി, എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടാളും ദുആ ചെയ്യണം. ഫല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ്, ലക്കുമാ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അന്നറുദ്ദ അൻകും അത്വലബ്, ഇനി നിങ്ങളെ തേടി ആരും ഇങ്ങോട്ട് വരില്ല, വരുന്നവരൊക്കെ ഞാൻ മടക്കി വിടും. എനിക്ക് അമാനത്ത് നിർഭയത്വം എഴുതി തരണം. ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യമാണ്, എന്നെ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം. എനിക്ക് വേണ്ടി രണ്ടാളും ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഅല്ലാഹ്, അല്ലാഹുവിനോട് ദുആ ചെയ്തു. സുറാഖയുടെ ഒട്ടകമതാ കാല് വലിച്ചു കിട്ടുന്നു. അദ്ദേഹം പറഞ്ഞു, ദാ ഭക്ഷണം തരാ, വെള്ളം തരാന്നൊക്കെ നബിയോട് പറഞ്ഞു. എന്റെ കയ്യിലുള്ള വെള്ളമെടുത്തോളൂ, ഭക്ഷണമെടുത്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും സ്വീകരിച്ചില്ല. അവസാനം പറഞ്ഞൊരു വാക്കുമ്മൽ മാത്രം പിടിച്ചു വന്ന്, ഞാൻ ആരോടും പറയില്ല, അത് മതി എനിക്ക് എന്ന് പറഞ്ഞു. തിരിച്ചു പോയിക്കോ, തിരിച്ചു പോയിക്കോ, ഞങ്ങളെ കണ്ട വിവരം ഒരാളോടും പറയരുത്. സുറാഖ് മടങ്ങിപ്പോയി. മടങ്ങിപ്പോകുമ്പോ പലരെയും കണ്ടു, പലരെയും കണ്ടു, തെരച്ചിൽക്കാരെ. സുറാഖ് മിണ്ടിയില്ല. സുറാഖക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷേ ഉറച്ചുപോയി മനസ്സിലെന്ത്, മുസ്ലിം ആയിട്ടില്ലെങ്കിലും മുഹമ്മദ് ചില്ലറക്കാരനല്ല, എന്തോ ഉണ്ട്, എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ മനസ്സിൽ അതുള്ളത് കൊണ്ട് ഒരാളോടും മിണ്ടിയില്ല. നമ്മൾ മനസ്സിലാക്കണം, അവിടെയും അല്ലാഹ് നമുക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും തുണയായത് അവരുടെ ആ ഉറച്ച വിശ്വാസമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. ജീവിതത്തിന്റെ ഒട്ടേറെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പെട്ടുകൊണ്ട് നമ്മൾ ഉഴലുമ്പോൾ അല്ലാഹുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് മനസ്സിനെ അടക്കാൻ, കുടുംബത്തെ അടക്കാൻ, കൂട്ടുകാരെ അടക്കാൻ, സഹപാഠികളെ അടക്കാൻ, സഹപ്രവർത്തകരെ അടക്കി നിർത്താൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അവരുടെ ജീവിതം അതിനനുസരിച്ചാവണം. അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അപകടം വരുന്ന നേരത്ത് മാത്രം ഓർത്താൽ പോരാ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടച്ചവനുണ്ട് എന്റെ കൂടെ, എന്നെ കാണുന്നു, എന്നെ കേൾക്കുന്നു എന്ന ചിന്തയോടെ, തഖ്വയോടെ ജീവിച്ച ആളുകൾക്ക് പ്രയാസം വരുമ്പോഴും അല്ലാഹ് കൂടെ ഉണ്ടാകും, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട് ആ കരാളമായ സ്ഥലത്ത് വെച്ച് അല്ലാഹുവിനോട് ഒരൊറ്റ പ്രാർത്ഥനയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട മഹാനായ പ്രവാചകന് അല്ലാഹു തആല രക്ഷ കൊടുത്തു. ആ രക്ഷ കൊടുത്തതിനെ പറ്റി ഖുർആൻ പറയുന്നത് എന്താണ്? അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അപകടം വരുന്ന നേരത്തു മാത്രം എന്നെ വാഴ്ത്തുന്നയാളായിരുന്നുവെങ്കിൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കാലാകാലം യൂനുസ് കിടക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ യൂനുസിന്റെ പ്രകൃതി അങ്ങനെ ആയിരുന്നില്ല. പ്രയാസവും അപകടവും വരുമ്പോ മാത്രം അള്ളാനെ വിളിക്കുന്ന ആളായിരുന്നില്ല. ഏത് സമയത്തും എന്നെ ഓർക്കുകയും എന്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന മഹാനായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അപകടം പറ്റിയപ്പോ ഉട്ടനെ നൊടിയിടയിൽ സഹായിച്ചു. നമുക്കും അള്ളാന്റെ സഹായം വേണ്ടേ? നമുക്ക് അല്ലാന്ന് വിളിച്ചാൽ അല്ലാഹ് നമുക്ക് ഉത്തരം തരണ്ടേ? അല്ലാഹ് എന്നെ സഹായിക്കണേ എന്ന് കുടുങ്ങി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം വേണ്ടേ? പ്രിയമുള്ളവരെ, വേണം. വേണമെന്ന് പറയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? പക്ഷേ ആ റബ്ബിന്റെ കൽപ്പനകളെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റിവെക്കുകയും തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന നമുക്ക്
പ്രയാസം വരുന്ന ഘട്ടത്തിൽ അല്ലാ എന്ന് വിളിച്ചാൽ അല്ല ഉത്തരം ചെയ്തില്ലെങ്കിൽ അതിന് അല്ലാനെ കരുണയില്ലാത്തവനാണെന്ന് പറയാൻ നമുക്ക് അർഹതയുണ്ടോ? പടച്ച റബ്ബിനോട് സഹായിക്കണം. ഇൻ തൻസുറുല്ലാഹ്, അല്ലാഹുവിന്റെ ഓഫർ അങ്ങനെയാണ്. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ യൻസുർക്കും, അവൻ നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾ മുട്ടുവിറക്കാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് തരും. അതിനെന്താ അല്ലാഹ് പറഞ്ഞ ഷർത്ത്? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ, അള്ളാഹിന്റെ ദീനിനെ സഹായിക്കുകയാണെങ്കിൽ, അവൻ പറഞ്ഞ ഹറാം ഹലാലുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയാണെങ്കിൽ, തഖ്വയോടെ ജീവിക്കുകയാണെങ്കിൽ, ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, അല്ലാഹു തആല അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, സ്വാബിരീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ രംഗത്തും അല്ലാഹുവിന്റെ സഹായം രണ്ട് ലോകത്തും നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിപാവനമായ ഒരു മാസത്തിലേക്കാണ് വീണ്ടും നമ്മൾ പ്രവേശിച്ചത്, മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിൽ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകമായ 2 ദിവസങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ഈ മാസത്തിലെ 9 താസുഅ എന്ന പേരിൽ അറിയപ്പെടുന്ന, അതുപോലെ തന്നെ മറ്റൊന്ന് മുഹറം 10 ആശൂറ എന്ന 10-നാണ് അറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് 9 ആയിരിക്കും. അതുപോലെ തന്നെ ശനി 10. 9-നും 10-നും നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. അല്ലാഹുവിന്റെ അടുക്കൽ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ശഹ്റുല്ലാഹ് എന്നാണ്. മുഹറം മാസത്തെ അല്ലാഹ് വിശേഷിപ്പിച്ചത് ശഹ്റുല്ലാഹ്. അല്ലാഹുവിന്റെ മാസം ശഹ്റുല്ലാഹിൽ മുഹറം. എല്ലാ മാസവും അല്ലാഹുവിന്റെ മാസം, പക്ഷേ പ്രത്യേകത ശഹ്റുല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ നോമ്പിന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഹിജറ പോകുന്ന ഏറ്റവും വലിയ ജീവനും അതുപോലെ തന്നെ ശരീരവും ധനവും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ഹിജറ പോയ നമ്മുടെ മുൻഗാമികളായ മുഹാജിറുകൾ, ആ ഹിജറ നമുക്കിന്ന് പലപ്പോഴും നമുക്കൊന്നും ഇന്ന് ആവശ്യം വന്നിട്ടില്ല. ഒരിടം വിട്ട് മറ്റൊരിടത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഇന്ന് നമുക്കില്ല, പലപ്പോഴും ഇല്ല. ഉണ്ടെങ്കിൽ പോകൽ നിർബന്ധവുമാണ്. അതേ അവസരത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ഹിജറയുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹാഹു അല്ലാഹു അൻഹു. ഒരു മുസ്ലിം എന്ന് പറയുന്നത് മറ്റുള്ള ജനങ്ങളെല്ലാം അയാളുടെ നാവിന്റെയും കൈയുടെയും ഷെറിൽ നിന്ന് രക്ഷപ്പെടണം, എങ്കിലേ ഞാൻ മുസ്ലിമാകും. എന്റെ നാവ് കൊണ്ട്, എന്റെ കൈ കൊണ്ട് ഒരാൾക്ക് ഒരു ഷെർ ഉണ്ടാകരുത്, എങ്കിലേ ഞാൻ മുസ്ലിമാകും. മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറ, വെടിഞ്ഞവനാണ്, ഉപേക്ഷിച്ചവനാണ്. മാ നഹാഹു അല്ലാഹു അൻഹു, അല്ലാഹ് അവനോട് എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ അതൊക്കെയും വിട്ടു ഒഴിവാക്കിയവനാകുന്നു മുഹാജിർ. ആ ഹിജറ ഇന്നും ഉണ്ട്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകലല്ലാതെ ഹറാമിൽ നിന്ന് ഹലാലിലേക്കുള്ള ഹിജറ, ഹറാമുകളിൽ നിന്ന് ഹലാലുകളിലേക്കുള്ള ഹിജറ, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള ഹിജറ, ബിദ്അത്തുകളിൽ നിന്ന് സുന്നത്തുകളിലേക്കുള്ള ഹിജറ, തോന്നിവാസങ്ങളിൽ നിന്ന് സദാചാരങ്ങളിലേക്കുള്ള ഹിജറ, അശ്ലീലതകളിൽ നിന്ന് ശ്ലീലതകളിലേക്ക്, അധർമ്മങ്ങളിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അനീതികളിൽ നിന്ന് നീതിയിലേക്ക്, അക്രമങ്ങളിൽ നിന്ന് ക്രമപ്രവർത്തനങ്ങളിലേക്ക് യഥാർത്ഥമായ ഹിജറ ഇന്നും നിലനിൽക്കുകയാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരോട് ചോദിക്കണം. ആരെയും കുറ്റപ്പെടുത്തണ്ട, ഞാൻ ആരെയും കുറ്റപ്പെടുത്തണ്ട, എന്നോട് ചോദിക്കാം, എനിക്ക് സാധിക്കുന്നുണ്ടോ? അല്ലാഹ് വിരോധിച്ചിടത്ത് എന്നെ കാണാറുണ്ടോ? അല്ലാഹ് വിലക്കിയ സ്ഥലത്ത് എന്നെ കാണാറുണ്ടോ? അല്ലാഹ് വിരോധിച്ചിടങ്ങളിൽ നിന്ന് അല്ലാഹുവിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഹിജറ, പടച്ചവന് വെറുപ്പുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഹിജറ, അല്ലാഹുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് പ്രവർത്തനങ്ങളെ തിരിച്ചുവിടുന്ന ഹിജറ, ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ?
ആലോചിക്കേണ്ടതാണ്. ആലോചിക്കണം, വേണ്ട രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം. സഹോദരങ്ങളെ, ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു ഹിജറ തന്നെയാണ്. പ്രയാസകരമാണ് ആ ഹിജറ. അള്ളാഹ്ക്ക് വേണ്ടി കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങൾ ഒരിക്കൽ കേട്ടില്ലേ, അതിനൊരു ഉദാഹരണം കേട്ടില്ലേ? ഒരു മഹാൻ വളരെ കാലത്തെ ആശയായിരുന്നു ഒരു പെണ്ണിനെ കിട്ടണമെന്ന്. പെണ്ണിനെ കിട്ടി, തന്റെ മുമ്പിലെത്തി, എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയപ്പോ, ഹറാമ് ചെയ്യാനുള്ള ഒരുക്കം ചെയ്തപ്പോ ആ സ്ത്രീ ഒരൊറ്റ ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ, ഇത്തഖില്ലാഹ്, അല്ലാഹനെ പേടിക്കണം, അല്ലാഹനെ പേടിക്കണം. അനർഹമായ മുദ്ര പൊട്ടിക്കരുതെന്നൊരൊറ്റ വാചകം കേട്ടപ്പോ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വ്യഭിചാരത്തോടുള്ള ലൈംഗികമായ അഭിനിവേശമാകുന്ന ആ ഹറാമിൽ നിന്ന് മഹാനവറുകൾ അള്ളാഹുവിന്റെ റിളയിലേക്ക് ഹിജറ പോയി, പടച്ചവന്റെ തൃപ്തിയിലേക്ക് ഹിജറ പോയി. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനത്തിൽ നിന്ന് റബ്ബിന്റെ തൃപ്തിയുള്ള കാര്യത്തിലേക്ക് ഹിജറ പോയി. അതൊരു ഹിജറയാണ്. ഞാനും നിങ്ങളുമൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഹറാമ് ഞാൻ ചെയ്യൂല, ആ ഹറാമ് ഞാൻ ചെയ്യൂല. അങ്ങനെ ഒരു ഹറാമ് ചെയ്യാൻ അവസരം ഏത് നിലക്കാവട്ടെ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഏത് നിലക്കാവട്ടെ, ഒരു ഹറാമിന്റെ ഘട്ടത്തിലെത്തിയാൽ ആ ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ട് ഹലാലിലേക്ക് ഹിജറ പോകാൻ നമുക്ക് കഴിയണം. അവർക്ക് അള്ളാഹുടെ സഹായം ഉണ്ടാവുക. അവരെയാണ് അള്ളാഹ് കുടുങ്ങുന്ന സമയത്ത് ഫനജ്ജൈനാഹു, ഉടനെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. അവരവസ്ഥയോളം ഉയരാൻ എത്താൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. രോഗികളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളായുണ്ട്. അല്ലാഹുവേ, നീ അവർക്കെല്ലാം സമ്പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ നാഥ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് തുണ നൽകണം നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا إنك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.